മഞ്ചേശ്വരം പരിസരങ്ങളിൽ പോലീസ് നടത്തിയ ലഹരിവേട്ടയിൽ പിടിയിലായവരുടെ എണ്ണം 4 കുഞ്ചത്തൂർ മാടയിലെ ഖലീൽ മൻസിൽ, അൻവർ ആലിക്കുട്ടി, കർണാടക സ്വദേശി മുഹമ്മദ് മൻസൂർ എന്നിവരെയാണ് വ്യാഴാഴ്ച വൈകിട്ടോടെ പിടികൂടിയത്. മഞ്ചേശ്വരം പരിസരങ്ങളിൽ പോലീസ് നടത്തിയ ലഹരിവേട്ടയിൽ പിടിയിലായവരുടെ എണ്ണം 4 ഉയർന്നു. കർണാടക സ്വദേശി ഉൾപ്പെടെ പിടിയിലായവരിൽ നിന്ന് 25 ഗ്രാം MDMA-യും മയക്കുമരുന്ന് വിറ്റുകിട്ടിയതെന്ന് കരുതുന്ന 7 ലക്ഷം രൂപയും വാഹനവും പോലീസ് പിടിച്ചെടുത്തു. കുഞ്ചത്തൂർ മാടയിലെ ഖലീൽ മൻസിലിൽ അൻവർ ആലിക്കുട്ടി, കർണാടക സ്വദേശി മുഹമ്മദ് മൻസൂർ എന്നിവരെയാണ് വ്യാഴാഴ്ച വൈകിട്ടോടെ പിടികൂടിയത്. കുഞ്ചത്തൂർ ഉദ്യാവർ മാട ഹൌസിലെ അല്ലാം ഉഖ്ബാൽ, ഉപ്പള ശാരദാനഗർ മണിമുണ്ട ഹൌസിലെ മുഹമ്മദ് ഫിറോസ് എന്നിവരെ വ്യാഴാഴ്ച പുലർച്ചെ അറസ്റ്റ് ചെയ്തിരുന്നു. ഇവരിൽ നിന്ന് ലഭിച്ച സൂചനയെ തുടർന്നാണ് മറ്റു 2 പേർ പിടിയിലായത്. പിടിയിലായ മുഹമ്മദ് മൻസൂർ കർണാടക കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ലഹരി മാഫിയയിലെ പ്രധാന കണ്ണിയാണെന്ന് പോലീസ് പറഞ്ഞു. പിടിയിലായ അൻവർ വിദേശത്തു നിന്നും മടങ്ങി വന്ന ശേഷം മാസങ്ങളായി ലഹരി വിൽപ്പന നടത്തുകയായിരുന്നു. കേരള കർണാടക കേന്ദ്രീകരിച്ച് സുപ്രധാന വിവരങ്ങൾ ചോദ്യം ചെയ്യലിൽ പ്രതികൾ വെളിപ്പെടുത്തിയിട്ടുണ്ടെന്ന് അന്വേഷണ സംഘം സൂചിപ്പിച്ചു. ജില്ലാ പോലീസ് ചീഫ് ഡി ശില്പ, ഡിവൈഎസ്പി CK സുനിൽകുമാർ എന്നിവരുടെ നിർദ്ദേശമനുസരിച്ച് മഞ്ചേശ്വരം ഇൻസ്പെക്ടർ E അനൂപ് കുമാർ, SI-മാരായ രതീഷ് ഗോപി, ഉമേഷ്, ASI മധുസൂദനൻ, ധനേഷ്, രാജേഷ്, അബ്ദുൾ സലാം, അബ്ദുൾ ഷുക്കൂർ, നിജിൻ കുമാർ, രതീഷ്, CH സന്ദീപ്, KM അനീഷ് കുമാർ, സോണിയ എന്നിവരടങ്ങിയ സംഘമാണ് പ്രതികളെ പിടികൂടിയത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.